ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പെൻ സ്റ്റാൻഡ് കണ്ടു, ഒരു വുഡൻ സ്റ്റാൻഡായിരുന്നത്. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെന്താ സാധാരണ ചെയ്യുക, അത് തന്നെ അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ എനിക്കിപ്പോൾ തൽക്കാലം എന്തായാലും വുഡൻ സ്റ്റാൻഡൊന്നും സംഘടിപ്പിക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാച്ച് വാങ്ങിച്ചൊരു പെട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ പെട്ടി തന്നെ പണിയാം. അപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള പെട്ടി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ആചാരം എന്ന് പറയുന്നത് നമ്മൾ വെള്ളയടിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എന്താ പിന്നെ ആദ്യം തന്നെ വൈറ്റ് ഫേസ് കോട്ടായിട്ടാണ് അടിച്ച് സുന്ദരനായി. ഇനി സ്റ്റാറി നൈറ്റ്, അതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ സ്റ്റാറി നൈറ്റ് ബാങ്കോക്കിൽ. അപ്പോൾ ഇനി എൻ്റെ സ്റ്റാറി നൈറ്റ് ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് അലങ്കോലമാക്കി കുളമാക്കിയെന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്, വൃത്തിയുണ്ട്, കാണാനൊക്കെ ഓക്കെയാണ്. ഇതിൽ പിന്നെ എൻ്റേതായ ഭാവനകൾ കുറച്ച് ഞാൻ ആഡ് ചെയ്തു. സാധനം ഞാൻ ഒരു ചെയ്തു വന്നപ്പോഴത്തേക്കിനും എനിക്ക് എന്തൊക്കെയോ ഒരു മിസ്മാച്ച് തോന്നി. പിന്നെ അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി പണിത്. അതും എൻ്റെ ബ്ലൂ കളർ പെയിൻറ്റിന് എന്തോ കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച പോലൊന്നും അല്ല സാധനം വന്നത്. എന്തായാലും വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു ലെവലിലെത്തി. പക്ഷെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് അത് തന്നെ നമ്മൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു സുഖം. പിന്നെ പെർഫെക്റ്റ് ആയില്ലെങ്കിലും എല്ലാ കാര്യങ്ങളൊന്നും എപ്പോഴൊന്നും പെർഫെക്റ്റ് ആവണമെന്നില്ലല്ലോ. ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ആർട്ട് വർക്കൊക്കെ നമ്മൾ വെളി കാണിക്കാം എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെയൊക്കെ ഉള്ളൊരിതിൽ ഞാൻ ചെയ്ത ഒരു സാധനമല്ല പെൻ സ്റ്റാൻഡ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആർട്ട് വർക്കുകൾ മാത്രം ഇട്ടുകൊണ്ടിരുന്നാൽ എല്ലാവരും വിചാരിക്കൂലേ ഞാൻ ചെയ്യുന്ന എല്ലാം അടിപൊളിയാണ്, എല്ലാം വർക്കാവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല ഗൈസ്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇതിൽ ഒരു ലുക്ക് കണ്ടാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവും ഞാൻ എന്ത് കോപ്രായാണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ലാസ്റ്റ് ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ സ്റ്റാറി നൈറ്റ്. അത് ബാങ്കോക്കിൻ്റെ സ്റ്റാറി നൈറ്റ്, ഇത് എൻ്റെ സ്റ്റാറി നൈറ്റ് എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഇതാ കണ്ടോളൂ, ഇതാണ് ഒരു സൈഡ്. 4 സൈഡ് ഞാൻ കാണിക്കാം. 4 സൈഡ് തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ല. ബന്ധം വരുത്താനൊക്കെ ഞാൻ ഒന്ന് ശ്രമിച്ചായിരുന്നു, നടന്നില്ല. എന്തായാലും ഇതാ കണ്ടല്ലോ, ഇതാണ് ഫൈനൽ ലുക്ക്. ഇപ്പൊ കണ്ടപ്പോൾ മനസ്സിലായിക്കാണ് ഞാൻ എന്തുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞതെന്ന്. ബാങ്കോക്കിന്റെ സ്റ്റാറി നൈറ്റ്, ഇതെന്റെ സ്റ്റാറി നൈറ്റ്, രണ്ട് സ്റ്റാറി നൈറ്റ് ആണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ പേനയൊക്കെ ഇട്ട് വെക്കാം. ഏത് നല്ലല്ലേ, നൈസല്ലേ? വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറെ കമൻസിലൂടെ അറിയിക്കുക.